കഴിഞ്ഞ ഞായറാഴ്ചയും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ മഹാരാഷ്ട്രനാകുന്ന ഒരു സഹോദരിയിൽ നിന്ന് ഒരു അന്ധകാരത്തിൻ്റെ ശക്തി പുറത്തു വന്നു. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിലത്ത് വീണു, ഉരുണ്ടു, ബഹളമുണ്ടാക്കി. പക്ഷേ ഞങ്ങളുടെ ചർച്ച എടുക്കുന്ന ഒരു സ്ട്രിക്റ്റ് പോളിസിയുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോയും ഞങ്ങൾ പുറത്തു വിടത്തില്ല. അതിന് രണ്ടാണ് കാരണം ഒന്ന്, ഈ അന്ധകാര ശക്തി പുറത്തു വരുമ്പോൾ, ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി പുറത്തു വരുമ്പോൾ ഈ വ്യക്തിയുടെ ബോധത്തോടെയല്ല, അറിവോടെയല്ല, അകത്തുള്ള ആ ദ്വന്ദ്വ വ്യക്തിത്വം ഒത്തിരി സംസാരിക്കും. അതൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ വ്യാജമായിരിക്കും പറയുന്നത്. ഈ പറയുന്ന പേരുകൾ സത്യം പോലും ആയിരിക്കത്തില്ല. ആഫ്രിക്കയിൽ ഞാനൊരു കടുവയാണെന്ന് പറയുന്ന അതേ അന്ധകാര ശക്തി ഒരു അമേരിക്കക്കാരൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ പറയും ഞാൻ സൂയിസൈഡിൻ്റെ സ്പിരിറ്റാന്ന് പറയും. അത് ഇന്ത്യക്കാരൻ്റെ അകത്തു നിന്ന് വരുമ്പോൾ അത് പറയും ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ ശക്തി കേന്ദ്രത്തിൻ്റെ പേര് പറയും. ഇതൊക്കെ വെറും പേരുകളാണ്, ഇതിലൊന്നും അർത്ഥമില്ല. ഇതിനൊക്കെ പൊതുവേ ഉള്ള പേരാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ. നമ്മൾ ഇതിനെ ചോദ്യം ചെയ്ത് നീ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്താ നിൻ്റെ ഉദ്ദേശം, എവിടെ നിന്നാണ് നിന്നെ അയച്ചത്, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. വേദപുസ്തകത്തിൽ അതിന് വ്യവസ്ഥയില്ല. വേദപുസ്തകത്തിൽ ഇത്രയേ പറയുന്നുള്ളൂ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ ദ്വന്ദ്വ വ്യക്തിത്വം അകത്തിരിക്കുന്ന ആ ഡുവൽ പേഴ്സണാലിറ്റിയെ പുറത്താക്കുക എന്നേ വേദപുസ്തകം പറയുന്നുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ട് നമ്മൾ ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ഇവന് മൈലേജ് കിട്ടുന്ന, ഈ അന്ധകാരത്തിന് മൈലേജ് കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ വേൾഡ് കപ്പിലെ മന്ത്രവാദിയുടെ കഥ പറഞ്ഞത് തന്നെ എനിക്കിഷ്ടമല്ല. കാരണം ഒരു മന്ത്രവാദി അദ്ദേഹത്തിലൂടെ ഒരു അന്ധകാര ശക്തി ലോകത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോറിക്ക് മൈലേജ് കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ വീഡിയോ പിടിച്ച് ഇട്ട് വെറുതെ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യം ഇല്ല. കാരണം ഈ ദുഷ്ടശക്തി ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ ദ്വന്ദ്വ വ്യക്തിത്വം പറയുന്ന കാര്യങ്ങൾ പകുതിയും വ്യാജമാണ്. വേദപുസ്തകം സാത്താനെക്കുറിച്ച് പറയുന്നത് അവൻ ഫോഷ്കിൻ്റെ പിതാവെന്ന്, കള്ളൻ്റെ അപ്പനെന്ന്, വാ തുറന്ന കള്ളമേ പറയത്തുള്ളൂ. ഇവൻ പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ അന്ധകാരം പറയുന്നത് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അത് തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പറയും. അയൽവക്കത്തുകാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പറയും, അയൽവക്കത്തുകാരനായി ഇത് ചെയ്തെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഭൂതങ്ങൾ വെളിപ്പെടുമ്പോൾ അത് പറയുന്ന വാർത്തയൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകേണ്ട കാര്യമില്ല. അതൊന്നും പബ്ലിഷ് ചെയ്യാനും പോകേണ്ട കാര്യമില്ല. രണ്ടാമത്, പൈശാചിക ശക്തി ഒരിൽ നിന്ന് വെളിപ്പെടുമ്പോൾ ആ വ്യക്തി സുബോധത്തോടു കൂടിയല്ല ബിഹേവ് ചെയ്യുന്നത്. നിലത്ത് വീഴും, ഉരുളും, ബഹളമുണ്ടാക്കും. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ്. അല്ലാതെ ഇതൊന്നും തട്ടിപ്പൊന്നുമല്ല. ശീതളനും മറുനാടനും ഒന്നും ഈ കാര്യങ്ങൾ അത്രയും അറിയാത്തത് കൊണ്ടാണ് അവരത് പറയുന്നത്. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. നമ്മൾ കാണാത്ത മണ്ഡലത്തിൽ, അദൃശ്യ ലോകത്തിൽ ഒത്തിരി ശക്തികളുണ്ട്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു. ആത്മീക ശുശ്രൂഷയിൽ ഞങ്ങൾ കാണുന്നു. അനേകർ ഇപ്രകാരമുള്ള ദ്വന്ദ്വ വ്യക്തിത്വമുള്ള വ്യക്തികൾ ഞങ്ങളുടെ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെടുന്നത് ഞങ്ങൾ കാണുന്നു. സൈക്കാട്രിസ്റ്റിൻ്റെ അടുക്കൽ മാത്രമല്ല ഈ ഡുവൽ പേഴ്സണാലിറ്റിയൊക്കെ മാറുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇങ്ങനെയുള്ള ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ പുറത്തു പോകുന്നത് ഞങ്ങൾ കാണുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഒരു അന്ധകാരം ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവർ ചെയ്യുന്ന അവരുടെ ബിഹേവിയറൊക്കെ അവരുടെ സുബുദ്ധിയിലല്ല ചെയ്യുന്നത്. നമ്മളത് വീഡിയോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചാൽ ആ വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ വ്യക്തിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ വ്യക്തിക്കൊരു പ്രൈവസി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. പൈശാചിക ശക്തികൾ വെളിപ്പെട്ട ഒരു വ്യക്തി കാണിക്കുന്ന കോപ്രായങ്ങൾ ഒരു കാരണവശാലും വീഡിയോ പിടിക്കാനോ അത് വീഡിയോ എടുത്ത് പുറത്ത് പബ്ലിഷ് ചെയ്യാനോ പാടില്ല. കാരണം നമ്മൾ ആ വ്യക്തിയുടെ, ഇപ്പോൾ ഒരു സഹോദരി അല്ലേ, ആ സഹോദരി പബ്ലിക്കായിട്ട് വന്നിട്ട് അവർ തലമുടിയൊക്കെ അഴിച്ചിട്ട് അവരുടെ വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി ബഹളം ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തിക്കൊരു പ്രൈവസി ഇല്ലേ? അങ്ങനെയുള്ള ശുശ്രൂഷകൾ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പബ്ലിക്കിൻ്റെ മുമ്പിലല്ല, രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നാളെ ആ വീഡിയോ കാണുമ്പോൾ വ്യക്തിക്ക് എന്തൊരു ഹൃദയത്തകർച്ചയാണ് ഉണ്ടാകുന്നതെന്നറിയാം. പക്ഷേ അങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ ഈ പാസ്റ്റർ വലിയ പവർഫുൾ ആണെന്നുള്ള ഒരു പബ്ലിസിറ്റി കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ആ ഒരു പൈശാചിക ശക്തി പുറത്ത് വന്ന രംഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാൽ ആളുകൾ പറയോ അസദിലെ ഫിനി പാസ്റ്റർ ഭയങ്കര പവർഫുൾ ആകട്ടെ, പുള്ളി കൈവച്ചാൽ ഉടനെ ഭൂതങ്ങൾ വിറയ്ക്കും. നമുക്ക് പേരെടുക്കാം, പക്ഷെ നമ്മൾ ഹനിക്കുന്നത്, നമ്മൾ മോശമാക്കുന്നത് എൻ്റെ ചർച്ച വന്ന ആ സഹോദരിയുടെ വ്യക്തിത്വത്തെയാണ്. ലോകം മുഴുവൻ കാണുകയാണത്. അവരുടെ പ്രൈവസിയെ നമ്മൾ ഹനിക്കുകയാണ്.
നാളെ അവർക്കൊരു ജീവിതമുണ്ട്, അവർക്കൊരു ഫ്യൂച്ചറുണ്ട്. അവരെ കണ്ണുകൾ കൊണ്ട് പിന്നെ നാളെ വെളിയിലുള്ളവരവരെ കാണുകയുള്ളൂ. ഇത്തരം അനീതി നമ്മൾ ചെയ്യരുത് എന്നൊരു വാൽകഷ്ണം പോലെ എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷകന്മാരോട്, സ്നേഹിതന്മാരോട് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം നിർത്തുകയാണ്. എനിക്ക് കിട്ടിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒബ്സർവേഷനാണ് പറഞ്ഞത്. ഞാൻ ഈ പേരുകളിട്ട് വിളിച്ച് ഇന്ന പള്ളി, ഇന്ന അമ്പലം, ഇന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊന്നും പുറത്താക്കാൻ ശ്രമിക്കാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഭിചാരവും മന്ത്രവും അന്ധവിശ്വാസങ്ങളും ഒന്നും ദൈവികമല്ല, അതൊക്കെ പൈശാചികമാണ്. അതിനെ ഒന്നിച്ചു കൂട്ടി ഒറ്റ പേര് വിളിച്ചാൽ മതി, പൈശാചികമെന്ന് വിളിച്ചാൽ മതി. ആ പൈശാചിക ശക്തികളെ, നാം വിശ്വസിക്കുന്ന ആ പൈശാചിക ശക്തികളെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്താക്കുക, അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദത്തിന് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.